ഹലോ എവരിവൺ, എല്ലാവർക്കും ACT അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളാരും സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും തന്നെ ഈ പറയുന്ന കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ. അപ്പം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാവുന്ന ഒരു കാര്യമായിരിക്കും ഈ പറയുന്ന കമ്പനി ബോർഡ് എൽജിഎസിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന മാസം 30-ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് അല്ലേ. അപ്പം അത് പ്രസിദ്ധീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ നമ്മളെ വിളിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് പ്രധാനപ്പെട്ട നമ്മൾ ഇതിനകത്ത് നൽകാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയത്തിനുള്ള ഉത്തരം നമ്മൾ ഇതിനകത്ത് നൽകുന്നതായിരിക്കും. അപ്പം മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ മുൻ വർഷങ്ങളിൽ ഈ പറയുന്ന കമ്പനി എൽജിഎസിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ 15/12/2021 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 18 മുതൽ 36 വയസ്സിനിടയിൽ പ്രായമുള്ളവർ, പ്രധാനമായിട്ട് ഇപ്പോൾ 7ാം ക്ലാസ്സിന് അടുപ്പിച്ച് പാസ്സായിട്ടുള്ളവർ, ഓക്കെ, എന്നീ പ്രധാനമായിട്ട് എന്തിനേക്ക് അപേക്ഷിക്കാൻ സാധിക്കും, കമ്പനി ബോർഡിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ, പല വീഡിയോകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല ഈ പറഞ്ഞ 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ മറ്റുള്ള എൽജിഎസുകൾ പോലെ ഈ പറയുന്ന എന്താണ് 7ാം ക്ലാസ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയില്ല. ഓക്കെ, ഇതോടുകൂടി നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന സംശയം മാറണം. അതായത് 7ാം ക്ലാസ് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന 10 ജയിച്ചവരായാലും +2 ആയാലും ഡിഗ്രി ആയാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡിഗ്രി ഉള്ളവർക്കായാലും MSc ഉള്ളവർക്കായാലും കുഴപ്പമില്ല, MCOMോ ഏതുള്ള ഇപ്പോൾ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കായാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കമ്പനി ബോർഡ് എൽജിഎസിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ഒറ്റൊരു കണ്ടീഷനാണ് നിങ്ങളുടെ ഈ പറയുന്ന ഏജ് ലിമിറ്റുകൾ അതിനകത്ത് പറയുന്ന ഏജ് ലിമിറ്റ് ഉള്ളിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഏജ് ലിമിറ്റ് എന്താണ്, ഇതിന് അവർ പറയുന്ന ഏജ് ലിമിറ്റ് ഉള്ളിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കുക, പ്രധാനമായിട്ട് നൽകിയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ 18 മുതൽ 36 വയസ്സിനിടയിലുള്ളവർക്ക് എന്തിനെ പറ്റി അപേക്ഷിക്കാൻ സാധിക്കും. ഈ പറയുന്ന ഏജ് ലിമിറ്റ് നോക്കേണ്ടത് മുൻ വർഷങ്ങളിൽ ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് ആണ്. അതായത് ജനറൽ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2/1/1989 ആണെന്ന് പറയാം. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് എന്ത് ചെയ്യുന്നത് ഏജ് ലിമിറ്റ്. അപ്പോൾ 1987 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റി പറയുന്ന രീതിയിൽ അപേക്ഷിക്കാൻ സാധിക്കും. OBC കാറ്റഗറി പെടുന്നവരാണെങ്കിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, പറയുന്ന 2/1/1986 മുതലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ സാധിക്കും. SC/ST വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പറ്റി പറയുന്ന 2/1/1984 മുതലുള്ളവർക്ക് എന്ത് പറ്റി അപേക്ഷിക്കാൻ സാധിക്കും. അതായത് പറയുന്ന ജനറൽ കാറ്റഗറിക്കാലും 3 വർഷത്തെ ഇളവ് OBCക്കും 5 വർഷത്തെ ഇളവ് ആർക്ക് ലഭിക്കുന്നുണ്ട്, SC/STക്കും എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ സംശയം നിങ്ങൾ മാറ്റണം. എന്താണ്, ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് അപേക്ഷിക്കാൻ സാധിക്കും. ഈ PG ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്ന സംശയം കൊണ്ട് വരരുത്, PGക്കാർക്ക് എന്തിനെ പറ്റി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രധാനമായിട്ട് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രിലിംസ് നടന്നിട്ടുണ്ടായിരുന്നത് 2022 മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് പ്രധാനമായിട്ട് പ്രിലിംസ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത്. മെയിൻസ് നടന്നിട്ടുണ്ടായിരുന്നത് 2023 മെയ് മാസങ്ങളിലാണ് പറയുന്നത് മെയിൻസും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 76.67 ഇത് കട്ട് ഓഫ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള മറ്റൊരു സംശയമാണ് ഈ പറയുന്ന പ്രധാനമായിട്ട് ഇതിന് പ്രിലിംസും മെയിൻസും കാണുമോ എന്നുള്ളത്. ഓക്കെ, മുൻ വർഷങ്ങളിൽ പ്രധാനമായിട്ട് പ്രിലിംസും മെയിൻസും വരെ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് ഈ പറയുന്ന 2 ഘട്ട എക്സാമിനേഷൻസ് നടത്താനാണ് സാധ്യത കുറവാണ്. ഓക്കെ, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെങ്കിൽ പോലും കൂടുതൽ ശതമാനവും കൂടുതൽ ശതമാനം ഈ പറയുന്ന രീതിയിൽ ഒറ്റ എക്സാമിനേഷൻ നടത്തി ആളുകൾ എടുക്കാനാണ് സാധ്യത. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒറ്റ എക്സാമിനേഷൻ പ്രധാനമായിട്ട് അത് കാണാൻ വഴിയുള്ളൂ. ഓക്കെ, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഈ പറയുന്ന 2 ഘട്ടങ്ങളായിട്ട് എക്സാമിനേഷൻ നടത്തി എന്നാണ് ഈ പറയുന്നത് എടുക്കാൻ സാധ്യതയുള്ളൂ. ഒരു ഭൂരിഭാഗം നമ്മൾ പറയുകയാണെങ്കിൽ പറയുന്ന ഒറ്റ എക്സാമിനേഷനോട് കൂടി തന്നെ എന്ത് ചെയ്യും ഈ പറയുന്ന ഇൻടേക്ക് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കുക, മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള ഇപ്പോൾ എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത സമയങ്ങളിൽ പ്രധാനമായിട്ട് അഡ്വൈസുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. പറയുന്ന അഡ്വൈസുകൾ എത്ര പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്നുള്ളത് നോക്കുകയാണെങ്കിൽ 2426 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, 2027 വരെ കാലാവധി ഉണ്ടെന്നുള്ള ആലോചിക്കുക. ഓക്കെ, 2027 വരെ എന്ത് ചെയ്യുന്നുണ്ട്, 2027 വരെ ഇതിന് കാലാവധി ഉണ്ട്. 2025 ആയുള്ളൂ അല്ലേ. 2027 കാലാവധി ഉണ്ട്. 2426 അഡ്വൈസുകൾ ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. ഇതിന്റെ ഡേറ്റും കാണാൻ സാധിക്കും. 23/9/2025 അവസാനത്തിൽ പറയുന്ന അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പൊ അതായത് 3000+ ഈ പറയുന്ന വേക്കൻസികളുള്ള ഒരു തസ്തികയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറയുന്നത്. ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റിയ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച്
ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും, ഈ പറയുന്ന ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റും ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ള ഈ പറയുന്ന കമ്പനിയബിൾ എലിജിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ അടുത്തിടെ ഈ പറയുന്ന PSC ഭാഗത്തു നിന്ന് പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. പുതിയ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിനകത്ത് പ്രധാനമായിട്ടും പറയുന്നുണ്ട്, ഈ പറയുന്ന പുതിയൊരു യോഗ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഈ പറയുന്ന കമ്പനിയബിൾ എലിജിബിലിറ്റിയിലേക്ക് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസ് തസ്തികയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, ഉടനെ തന്നെ വിളിക്കുക എന്നുള്ളത് അല്ലെ. ഉടനെ തന്നെ എന്ത് ചെയ്യും, പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കുക ഈ പറയുന്ന ഈ മാസം 30 തന്നെ എന്ത് ചെയ്യും പറ്റും, ഒന്നുകിൽ ഈ മാസം 30 അല്ലെങ്കിൽ ഈ പറയുന്ന അടുത്ത മാസം 1-ാം തീയതി അടുപ്പിച്ചാൽ ഈ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും, ഉറപ്പാണ്. ഓക്കെ. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രധാനമായിട്ട് ഇപ്പോൾ എക്സാമിനേഷൻസ് 2 ഘട്ടമായിട്ട് നടത്താൻ വളരെ സാധ്യത കുറവാണ്. ഓക്കെ, സാധ്യത വളരെ കുറവാണ്. എന്നാലും നമുക്ക് ഒരു കുറച്ച് സമയം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിയിൽ കാണില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം പഠിക്കാനിരിക്കുന്നവർ കാണും അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു എക്സാമിനേഷൻസൊക്കെ വേണ്ടി പഠിച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ പഠിക്കുന്നവർ കാണും. ഓക്കെ, അപ്പം പലരും പല സ്ട്രാറ്റജിയാണ് അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. എല്ലാവരും പഠിക്കാറുണ്ട്, പരീക്ഷകൾക്ക് വേണ്ടി എല്ലാവരും പഠിക്കാറുണ്ട്, എല്ലാവർക്കും ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലാത്തവരായിട്ട് ആരുമില്ല അല്ലെ. ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി വളരെ അത്യാവശ്യമാണ് അല്ലെ. ഇവിടെ +2 ഒക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ +2 ഒക്കെ കഴിഞ്ഞാൽ ഡിഗ്രിക്കൊക്കെ വേണ്ടി താല്പര്യം നിൽക്കുന്നവരാണെങ്കിലും പ്രധാനമായിട്ടും ജോലി എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യവും കൂടിയാണ്. നമുക്കറിയാം, സമൂഹത്തിന് മുന്നിലായാലും നമ്മുടെ കൂട്ടുകാരുടെ മുന്നിലായാലും നമുക്ക് എന്താണ്, അടുത്തുള്ളവരായാലും പ്രധാനമായിട്ട് നമ്മളെ ജോലിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മളെന്തെങ്കിലും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എന്താണ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ പഠിക്കുന്നവർ കാണും. ഓക്കെ, ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവർ കാണും, അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടിരിക്കുന്നവർ ഈ പറയുന്ന കുടുംബം നോക്കിയിട്ട് തന്നെ പഠിക്കുന്നവർ കാണും അല്ലെ. മറ്റൊരു ജോലികളുടെ ഇടയിൽ തന്നെ പഠിക്കാൻ സമയം കണ്ടെത്തുന്നവർ കാണും. അപ്പൊ എല്ലാവരും പ്രധാനമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, പഠിക്കാതെ പ്രധാനമായിട്ടും ഇല്ല. അപ്പൊ അവർ ഇങ്ങനെ പഠിക്കുന്ന അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തർക്ക് ജോലി കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരെ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ മറ്റൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ചിലർ ഈ പറയുന്ന എല്ലായിടത്തും പഠിക്കും, പക്ഷേ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്. പരീക്ഷ സമയങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഈ പറയുന്ന ആൻസറുകൾ തെറ്റിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നേരിടുമെന്ന് അറിയാത്തവരുണ്ട്. ചിലരെ പറഞ്ഞാൽ വളരെ സെലക്റ്റീവായിട്ട് വന്ന് പഠിച്ചുകൊണ്ട് എക്സാമിനേഷൻ എഴുതുന്നവരുണ്ട് അല്ലേ. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോഴത്തെ ഈ പറയുന്ന ഒരു സമയങ്ങളിൽ പ്രധാനമായിട്ട് ഹാർഡ് വർക്ക് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും എക്സാമിനേഷൻ പാസ്സാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, വളരെ എന്താണ് സ്മാർട്ട് വർക്കും കൂടെ ചെയ്താൽ മാത്രം നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ പറയുന്ന ഇപ്പോഴത്തെ സമയങ്ങളിൽ എനിക്കറിയാം വളരെ കോമ്പറ്റേറ്റീവ് ഉള്ള ഒരു സമയം ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വളരെ സ്മാർട്ട് വർക്ക് ചെയ്യണമുള്ള അത്യാവശ്യമായിട്ട് കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം ഒരിക്കലേ ഈ പറയുന്ന ഒരുപാട് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള പഴക്കം നിന്ന് തഴക്കമായിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളെന്നറിയാം. ഇതിൽ പോലും പറയുകയാണ് വളരെ ഹാർഡ് വർക്കിനെ വെച്ച് സ്മാർട്ട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സാമിനേഷൻ പ്രധാനമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു സ്റ്റഡി പ്ലാനും മെന്റർഷിപ്പ് സപ്പോർട്ടുകളും നല്ലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനിലൊക്കെ കടന്നു പോയാൽ മാത്രം നമുക്ക് ഈ പറയുന്ന ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻസും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ എങ്ങനെ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡൊക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലെ ഒരു എക്സാമിനേഷൻസ് ഒക്കെ വേണ്ടി നമ്മുടെ കമ്പനിയബിൾ എലിജിബിലിറ്റിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഏസിൽ ബാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കമ്പനിയബിൾ എലിജിബിലിറ്റി എടുക്കുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർക്ക് പ്രധാനമായിട്ടും നേടുന്ന ഒരു വെല്ലുവിളിയാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്, സമയബന്ധിതമായിട്ട് പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ പറയുന്നത് എങ്ങനെയാണ് നോട്ടുകൾ ഏതൊക്കെ നോട്ടുകൾ എടുത്ത് പഠിക്കണമെന്നുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്ക് കാണും. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നോക്കുക, ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റിനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസും ഉണ്ട്. സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റർഷിപ്പ് സപ്പോർട്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ് കിട്ടിയില്ലെങ്കിൽ റെക്കോർഡായിട്ട് കിട്ടും. നോട്ട് നമുക്ക് ലഭിക്കും, ഞങ്ങൾക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ടുകൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ ഡൗട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നിങ്ങളുടെ സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് ഓരോന്നിനും എന്തായാലും പാർട്ട് ബൈ പാർട്ടായിട്ട് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ജോലി നിങ്ങളുടെ ഉള്ളിൽ ലക്ഷ്യമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും വേണ്ടത് ഒരു ജോലിയാണ്. ജോലിയിലേക്ക് എങ്ങനെ എത്തണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ ജോലിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ചിന്തിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ എന്താണ് ഒരു ജോലി കരസ്ഥമാക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കാൻ നോക്കുക. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഉഴപ്പിക്കളയുന്നത് അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന സമയങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഓക്കെ, നമ്മൾ ഓരോ വട്ടം കഴിയുന്നവർ നമ്മൾ ഓരോരോ ചാൻസ് കുറഞ്ഞിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത വട്ടം എക്സാമിനേഷൻ പഠിക്കുക, അല്ലെങ്കിൽ അടുത്ത വട്ടം എക്സാമിനേഷൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കരുത്. ഓക്കെ, നിങ്ങൾ നോക്കുക, ചിലപ്പോൾ അടുത്ത വട്ടം നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ചാൻസ് മുന്നിൽ ഒരു ചാൻസ് കണ്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ നിങ്ങളുടെ ഒരു ചാൻസ് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കിട്ടുന്ന സമയമല്ല, ഇനിയിപ്പോൾ കിട്ടുന്ന സമയങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചാൻസുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോവുക. ഓക്കെ, ചിലപ്പോൾ ഒരു എക്സാമിനേഷൻ ഏതെങ്കിലും കിട്ടിയില്ല, 2 എക്സാമിനേഷൻ കിട്ടിയില്ല അല്ലേ, അങ്ങനെ വിചാരിക്കില്ല. അപ്പോൾ 1-2 എക്സാമിനേഷൻ ചെയ്തതിനു ശേഷം ഇങ്ങനെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. എന്ത് ചെയ്യണം,
ചിലപ്പോൾ വരുന്ന എക്സാമിനേഷനായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ജോലി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന അടുത്തൊരു എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉള്ളത്. ഈ വീഡിയോ കാണുന്നവരിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന എല്ലാവരും തന്നെ ഈ പറയുന്ന ഒരു ജോലി കരസ്ഥമാകട്ടെ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുക. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ACET ബാക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കോഴ്സോട് ബന്ധപ്പെട്ട ക്ലാസ്സോട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കൂട്ടുകാരെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 9995467246 നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓക്കെ, എന്നാൽ ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മടിയൊന്നും വേണ്ട, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. തൊട്ടായിട്ട് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ദിവസം കൂടെ ആശംസിക്കുകയാണ്. ഡൗട്ടുകളൊക്കെ ഏറെക്കുറെയൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഈ മാസം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ല ദിവസം ആശംസിക്കുകയാണ്. താങ്ക്